ഇപ്പോൾ ലോക്സഭയിൽ ബഹളം തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം ഉന്നയിക്കുകയാണ്. ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനുള്ള ആലോചനയാണ് നടത്തിയിരിക്കുന്നത്. നടുത്തളത്തിലിറങ്ങും എന്നുള്ളതാണ് പ്രതിപക്ഷ തീരുമാനം. ഒറ്റക്കെട്ടായി ആലോചനകൾക്ക് ശേഷം പാർലമെന്റ് പുറത്തും പ്രതിഷേധിച്ചിരുന്നു. റിയാസിലേക്ക് സുനിൽ, സഭാ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ബഹളവും മുദ്രാവാക്യം ഒരു വശത്ത് കേൾക്കാം. ഇംപീച്ച്മെന്റ് ആലോചനയും അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളും തന്നെയല്ലേ? സ്മൃതി, ലോക്സഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടമായി തന്നെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭയിൽ നൽകിയിട്ടുണ്ട്. SIR വിഷയത്തിലും വോട്ടുകൊള്ള വിഷയത്തിലും ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ലോക്സഭയിൽ നോട്ടീസ് നൽകിയത്. പക്ഷേ നോട്ടീസ് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ എടുക്കണം എന്ന് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷം ആകെ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തുന്നത്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയാണ്. അപ്പോൾ ചോദ്യോത്തരവേളയ്ക്കിടയിലാണ് പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് വരുന്നത്. രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തുന്നത്. അല്പസമയത്തിനകം രാജ്യസഭയിലും ഈ വിഷയം വളരെ ശക്തമായി ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വോട്ടുകൊള്ള വിഷയം തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്.